ഈ ലോക ഫുട്ബോളിന്റെ ആവേശത്തിലാണ് നാട് മുഴുവൻ. അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനുമായി ചേരി തിരിഞ്ഞ് ആർപ്പ് വിളിക്കുന്ന കുട്ടിക്കൂട്ടം കാണാം എല്ലായിടത്തും. തിരുവനന്തപുരത്ത് വലിയതുറ സെന്റ് സേവിയർ സ്റ്റേഡിയത്തിൽ നിന്ന് നിതിൻ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള രാജ്യം, അവിടുത്തെ കുറച്ച് കളിക്കാർ. പക്ഷേ നമ്മുടെ കേരളത്തിൽ വേൾഡ് കപ്പ് എത്തിക്കഴിഞ്ഞാൽ ഉത്സവമാണ്. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ഇന്നേ വരെ കാണാത്തതായിട്ടുള്ള കളിക്കാർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ആവേശമാണ് നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സെന്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിലാണ്, വലിയതുറ സെന്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വേൾഡ് കപ്പ് ആവേശം എത്രത്തോളം എത്തിയെന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് അർജന്റീനയുടെ മത്സരവുമുണ്ട്. അപ്പൊ നമുക്ക് അർജന്റീന ഫാനായിട്ടുള്ള ആളുടെ തന്നെ ആദ്യം ചോദിക്കാം. ഇന്നത്തെ കളി എങ്ങനെയെങ്കിലും ജയിക്കണം, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കളി ഹാട്രിക് നേടിയിരിക്കുകയാണ് മെസ്സി. അപ്പൊ ഇത്തവണയും ഒരു ഹാട്രിക് പ്രതീക്ഷിക്കുന്നു, എന്നാലും മാക്സിമം ശ്രമിക്കും. കഴിഞ്ഞ പ്രാവശ്യം 3 അടിച്ച് ഈ പ്രാവശ്യം അത് കണക്ക് നോക്കും. പിന്നെ എങ്ങനെയും ഈ കളിയുടെ ജയിച്ച് മുന്നോട്ട് വരണം. ഇവിടുത്തെ ആവേശങ്ങൾ എങ്ങനെയാണ്? കുട്ടികളെല്ലാരും വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്കും ഫുൾ ഓണാണ്. ഇവിടെ ഓണാണ്, എല്ലാരും ഓണാണ്. ബ്രസീൽ ഫാനാണോ അർജന്റീന ഫാനാണോ? ആരാണ്? ബ്രസീൽ ഫാനാണ്. ബ്രസീൽ. അപ്പം നെയ്മർ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ ഉണ്ട്. നെയ്മർ ഈ വർഷം കളിക്കാറാവും, ഞങ്ങളെ കപ്പ് ഉണ്ടോ ഉറപ്പാണ്. 6ാമത്തെ കപ്പ് ബ്രസീൽ നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. 6ാമത്തെ സ്റ്റാറിനുള്ള സ്ഥലം വെച്ചിരിക്കുകയാണ്. എന്നും കരുത്തോടെ ബ്രസീൽ, വിവ ബ്രസീൽ. ബ്രസീൽ ഇത്തവണ ഉറപ്പായിട്ട് കപ്പടിക്കുമെന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പോർച്ചുഗൽ ഫാനിനെ കാണാം. റൊണാൾഡോയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പൊ എന്താണ്, 41ാമത്തെ വയസ്സിൽ റൊണാൾഡോ കളിക്കുകയാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും കപ്പ് ഉറപ്പിച്ചാണ് കളിക്കുന്നത്. കാര്യം നല്ലൊരു സ്ക്വാഡാണ് പോർച്ചുഗലിനുള്ളത്. എന്താണ് പറയുന്നത്? ഇത്തവണത്തെയും പോലെ ഇത്തവണ ജയിക്കുമെന്നാണ് വിശ്വാസം. എല്ലാവരും അടിച്ചു താഴ്ത്തിയാലും ജയിക്കും. ഫോഴ്സാ പോർച്ചുഗൽ. അപ്പം ഈ കട്ടൌട്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന്, റൊണാൾഡോന്റെ കട്ടൌട്ട് നിങ്ങളെല്ലാവരും ചേർന്നാണ് വെച്ചത്? ഇല്ല ഞങ്ങൾ വെച്ച സ്ഥലം വേറെ, ഇത് വേറെ. ഇല്ല, ഈ ഏരിയയിലുള്ള ഇത് തന്നെ ക്ലബ്ബ് അടിക്കുന്ന കപ്പ് വാമോസ് അർജന്റീന. നടക്കാത്ത കേസ്. അപ്പൊ പോർച്ചുഗൽ എന്തായാലും അടിക്കുന്നാണ് പറയുന്നത്. പോർച്ചുഗൽ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല, അങ്ങനെ വെറുതെ ഒന്നും വിട്ടുകൊടുക്കത്തില്ല പോർച്ചുഗൽ. ഫോഴ്സാ പോർച്ചുഗൽ. എന്തായാലും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും കാൽപന്ത് കളിയെ പ്രണയിക്കുന്നത്. കാര്യം അർജന്റീന ഫെഡറേഷൻ, അർജന്റീനയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ കേരളത്തിലെ കട്ടൌട്ടുകളും അതിന്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം അവർ വെച്ചൊരു പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ നാട്ടുകാരും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എത്രയും. ഇന്ന് അർജന്റീനയുടെ ഓസ്ട്രേലിയയുടെ മത്സരം ഇന്നുണ്ട്. അപ്പം അതിന്റെ ഫലം എന്താവുമെന്നുമുള്ള ഇത് കാത്തിരിപ്പിലാണ് ജനങ്ങളെല്ലാരും. ഇതിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.